നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പഠിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സിക്കിമിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ ശുചിത്വ സഭയും വാർഡ് തല ശുചീകരണവും നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദീർഘകാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ 2ാം ബാച്ചിന്റെ സെലക്ഷൻ ട്രയൽ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തി. വാർത്തകൾ വിശദമായി. മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പഠിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സിക്കിമിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. കിലയുടെ സഹകരണത്തോടെയാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. മാർച്ച് 2 മുതൽ 7 വരെ കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സംഘം സിക്കിമിൽ താമസിച്ച് വിവിധ മാലിന്യ സംസ്കരണ രീതികൾ വിലയിരുത്തി. സിക്കിം സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതികളെക്കുറിച്ചും അവർ എങ്ങനെ മാലിന്യ സംസ്കരണ രീതികളിലൂടെ തങ്ങളുടെ ജനതയെ മുന്നോട്ട് നയിച്ചു എന്നും മനസ്സിലാക്കുന്നതിന് സംഘത്തിന് കഴിഞ്ഞതായി പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. വിവിധ ബോധവൽക്കരണ രീതികളിലൂടെയും പിഴ ഈടാക്കിയും മാലിന്യ സംസ്കരണത്തിന് വിവിധ രീതികൾ അവലംബിച്ചും പ്ലാസ്റ്റിക് വിമുക്ത സംസ്ഥാനം, ODF+ വില്ലേജ് എന്നീ പദവികളിലേക്ക് സിക്കിം എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ച് വിശദമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തതായി യാത്രയിൽ പങ്കെടുത്തവർ പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, അംഗങ്ങൾ, സെക്രട്ടറി ബിന്ദു ജി നായർ, ജീവനക്കാർ എന്നിവരടങ്ങിയ 21 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് മന്ദിരപ്പള്ളി മന്ദാരക്കടവിലാണ് ആറാട്ട് നടത്തിയത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ കപ്പാറ ഭാഗത്ത് ശുചിത്വ സഭയും വാർഡ് തല ശുചീകരണവും നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് അംഗവുമായ KU വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രേസി പോൾ സ്വാഗതവും ഷീജ നന്ദിയും പറഞ്ഞു. മഞ്ജു വിശ്വനാഥ് ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സുബ്രൻ പടിയത്ത്, ബിന്ദു നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പദ്ധതിയാണ് ഇവിടെ തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വാർഡിൽ, നമ്മുടെ പഞ്ചായത്തിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പീസ് പോലും അല്ലെങ്കിൽ കഷ്ണം പോലും നമ്മുടെ റോഡരികിലോ ഒന്നും പാടില്ല. എല്ലാ വീടും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും കടകളും റോഡും എല്ലാവരും മനസ്സടക്കം നമ്മൾ ക്ലീനിങ്. രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം തടയാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ വനിതാ കൺവെൻഷൻ അധികൃതരോട് പ്രമേയം വഴി ആവശ്യപ്പെട്ടു. യുവാക്കളും വിദ്യാർത്ഥികളും വലിയ തോതിൽ ലഹരി ഉപയോഗത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൽ കൺവെൻഷൻ ആശങ്കയും രേഖപ്പെടുത്തി. നെല്ലായിയിൽ നടന്ന KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം ഷീജ ശ്യാം ഉദ്ഘാടനം ചെയ്തു. സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ കവിത സുനിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം ശൈലജ അജയഘോഷ്, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, ജില്ലാ കമ്മിറ്റി അംഗം PK കൃഷ്ണൻകുട്ടി, പ്രവീണ മനോജ്, CV സുധ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സ്വപ്ന സത്യൻ കൺവീനർ, പ്രവീണ മനോജ്, CV സുധ ജോയിന്റ് കൺവീനർമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞുകൊണ്ട് 43 രൂപയിൽ തുടങ്ങിയതാണ് അല്ലേ? അന്ന് ആ പെൻഷൻ പദ്ധതി എതിർത്തതാരാണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരനായിരുന്നു അതിനെ എതിർത്തത്. കേരളം സ്ത്രീ സൗഹാർദ്ദ ടൂറിസത്തിന്റെ ആഗോള മാതൃകയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ടൂറിസം മേഖലയിലെ സ്ത്രീ സംരംഭകരെയും സ്ത്രീ യാത്രികരെയും പ്രോത്സാഹിപ്പിക്കാൻ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ആഭിമുഖ്യത്തിൽ പദ്ധതികൾ തയ്യാറാക്കുകയാണെന്നും അടുത്ത സാമ്പത്തിക വർഷത്തിൽ പദ്ധതി നടപ്പിലാക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
തൃശൂരിൽ ടൂറിസം വകുപ്പിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ നിയന്ത്രണത്തിലുള്ള ശ്രീ ജീവം ഉത്തരവാദിത്ത ടൂറിസം ക്ലബ്ബ് വനിതാ ദിനത്തിൽ സംഘടിപ്പിച്ച സംരംഭകരുടെയും യാത്രികരുടെയും സ്നേഹാദര സംഗമം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശ്രീ ജീവം ഉത്തരവാദിത്ത ടൂറിസം ക്ലബ്ബ് പ്രസിഡന്റ് MB വിദ്യ അധ്യക്ഷത വഹിച്ചു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി CEO K രൂപേഷ് കുമാർ മുഖ്യാതിഥിയായി വെബ്സൈറ്റിൽ ലോഞ്ചിംഗ് നിർവഹിച്ചു. സംരംഭക മേഖലയിലെ സ്ത്രീ കൂട്ടായ്മയായ കിള്ളിമംഗലം പുൽപ്പായ നെയ്ത്ത് സംഘം പ്രതിനിധികളെയും സാഹിത്യ സാംസ്കാരിക വൈജ്ഞാനിക രംഗത്തെ പ്രവർത്തനത്തിന് വയല വാസുദേവൻപിള്ള ട്രസ്റ്റ് ചെയർപേഴ്സൺ വത്സല വാസുദേവൻപിള്ളയെയും സംഗമത്തിൽ ആദരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ സുനിത വിനു സംസാരിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി P നമ്പൂതിരിപ്പാട് സ്വാഗതവും സെക്രട്ടറി നിഷ രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചാലക്കുടി നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദീർഘകാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ 2ാം ബാച്ചിന്റെ സെലക്ഷൻ ട്രയൽ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തി. കഴിഞ്ഞ വർഷം ആരംഭിച്ച ദീർഘകാല കോച്ചിംഗ് ക്യാമ്പിൽ ആദ്യ ബാച്ചിലെ 30 കുട്ടികൾ ഒരു വർഷക്കാലമായി ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2013-14 വർഷത്തിൽ ജനിച്ച കുട്ടികളെയാണ് 2ാം ബാച്ചിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാമ്പിന്റെ മുഖ്യ പരിശീലകനായ സോളി സേവ്യർ, രാധാകൃഷ്ണൻ, KK ജിതിൻ കുമാർ എന്നിവരുടെ അടങ്ങിയ പാനലാണ് സെലക്ഷൻ നടത്തിയത്. സെലക്ഷൻ ട്രയൽസ് ആരംഭിക്കുന്നതിന് മുൻപ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM അനിൽകുമാർ, സോളി സേവ്യർ, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, ദീപു ദിനേശ്, ആനി പോൾ, VO പൈലപ്പൻ, ആലിസ് ഷിബു, നീത പോൾ എന്നിവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ 7 ലക്ഷം രൂപയാണ് കുട്ടികളുടെ പരിശീലനത്തിനും പോഷകാഹാരം, കിറ്റ് എന്നിവ നൽകുന്നതിനുമായി മാറ്റിവെച്ചിട്ടുള്ളത്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ കോച്ചിങ് അതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. ഒരു ബാച്ച് നിങ്ങളുടെയൊക്കെ ഇവിടെ തന്നെ കളിക്കുന്ന കുട്ടികൾ നിൽക്കുന്നുണ്ട്. 200 ദിവസം പിന്നിട്ടു അവരുടെ മുനിസിപ്പാലിറ്റിയുടെ ദീർഘകാല കോച്ചിങ് ക്യാമ്പിൻ്റെ 200 ദിനങ്ങൾ പങ്കെടുത്തു. അവരോട് ചോദിച്ചാൽ അറിയാം, അവരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അവരെ പരിശീലിപ്പിക്കുന്ന സോളി സേവർ സാറിനെ പോലെയുള്ള പ്രഗത്ഭനായ പരിശീലകനാണ്, ഫുട്ബോൾ രംഗത്ത് പ്രഗത്ഭനായ പരിശീലകനൊക്കെയാണ്. അതുപോലെ തന്നെ രാധാകൃഷ്ണന്മാർക്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കൊരട്ടി കട്ടപ്പുറം ശ്രീ കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ഞായറാഴ്ച പുലർച്ചെ 3:30 എഴുന്നള്ളിപ്പ്, ഗുരുതി സമർപ്പണം, വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തുപാട്ട് എന്നിവ ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തേശ്ശേരി വിനോദ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് TK തങ്കപ്പൻ, സെക്രട്ടറി TS രവി, ഖജാൻജി TU ശശി, കൺവീനർ TV പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സ്വയം അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ആർദ്രതയോടെ ചേർത്ത് പിടിക്കാനാവൂവെന്ന് എഴുത്തുകാരിയും സ്ത്രീപക്ഷ സാംസ്കാരിക പ്രവർത്തകയുമായ ഡോക്ടർ P ഗീത പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ അന്താരാഷ്ട്ര വനിതാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാമെങ്കിൽ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഇവിടെ ഉണ്ടായേ തീരൂ എന്നും ഓരോരുത്തരും സ്വയം തിരുത്തുക എന്നത് അനിവാര്യമാണെന്നും ഡോക്ടർ P ഗീത അഭിപ്രായപ്പെട്ടു. ജില്ലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ മഞ്ജുഷ M അധ്യക്ഷയായ ചടങ്ങിൽ സെക്രട്ടറി അന്നഘ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്രിമിറ്റോറിയം ഓപ്പറേറ്റർ ആയ ശ്രീമതി സുബീന റഹ്മാൻ, ക്രൈം ഫോട്ടോഗ്രാഫർ VV ബിന്ദു എന്നിവരെ ആദരിച്ചു. വേറിട്ട മേഖലയിൽ സ്വയം വഴി തെരഞ്ഞെടുത്ത് മുന്നേറുന്ന അവർ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. പോസിറ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ തൃശൂർ ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർ PK റഹിമുദ്ദീൻ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. രാവിലെ വനിതാ അംഗങ്ങൾക്കുള്ള ഹെൽത്ത് ക്യാമ്പ് ഉണ്ടായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ VM ഹാരിസ്, സംസ്ഥാന വനിതാ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ പ്രിയ P എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അപ്സര മാധവ് ചടങ്ങിൽ സംബന്ധിച്ചു. 70ഓളം വനിതാ അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ഗസൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളുണ്ടായി. വനിതാ കമ്മിറ്റി അംഗം ശ്രീലക്ഷ്മി KB നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,040 രൂപ, പവന് 64,320 രൂപ.
ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയാ നിറഞ്ഞു നീപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പഠിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സിക്കിമിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ ശുചിത്വ സഭയും വാർഡ് തല ശുചീകരണവും നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദീർഘകാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ 2ാം ബാച്ചിന്റെ സെലക്ഷൻ ട്രയൽ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.